ഹായ് വെൽക്കം ടു ലാഷ് ക്ലാസ്. BA ഇംഗ്ലീഷ് ഫിലിം സ്റ്റഡീസിലെ 400 ബ്ലോസ് എന്ന ചാപ്റ്ററാണ് നമ്മൾ നോക്കുന്നത്. ഫ്രാൻസ്വാ ട്രുഫു ഡയറക്റ്റ് ചെയ്തിട്ടുള്ളൊരു ഫ്രഞ്ച് സിനിമയാണ്. നമ്മളിവിടെ ആ സിനിമയുടെ പാർട്ട് ബൈ പാർട്ടായിട്ടുള്ളൊരു സമ്മറിയും അതിലെ ഇമ്പോർട്ടൻ്റ് തീംസിൻ്റെ ഒരു നോട്ട്സുമാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ആദ്യം നമുക്കിതിൻ്റെ സമ്മറി നോക്കാം. പാർട്ട് 1 ഇൻട്രൊഡക്ഷൻ. The film kicks off with a dynamic tour of Paris. Then the camera settles on a classroom. ഈ സിനിമയുടെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് പാരീസ് നഗരത്തിന്റെ ദൃശ്യങ്ങളാണ്. അങ്ങനെ പാരീസ് നഗരത്തിന്റെ ദൃശ്യങ്ങളിലൂടെ ഒരു ക്ലാസ് റൂമിലേക്ക് നമ്മുടെ ഫോക്കസ് ചെല്ലുന്നു. ദ റിജിഡ് എൻവയോൺമെന്റ് ഓഫ് ദ ക്ലാസ് റൂം ഇൻട്രൊഡ്യൂസസ് ആന്റോൺ ഡോയിനൽ, ദ പ്രൊട്ടഗോണിസ്റ്റ്. അങ്ങനെ ആ ക്ലാസ് റൂമിലാണ് നമ്മൾ നമ്മുടെ പ്രൊട്ടഗോണിസ്റ്റിനെ അല്ലെങ്കിൽ കേന്ദ്ര കഥാപാത്രത്തെ കാണുന്നത്. ആന്റോൺ എന്ന പേരുള്ള ഒരു കുട്ടിയാണ് നമുക്ക് ഈ സിനിമയിൽ മെയിൻ ക്യാരക്ടറായിട്ട് വരുന്നത്. ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള ക്ലാസ് റൂമിന്റെ അറ്റ്മോസ്ഫിയറിലാണ് നമ്മളിവിടെ ഈ കുട്ടിയെ കാണുന്നത്. A simple act of passing around a pin-up gets Antoine into trouble with his harsh teacher, who sends him to stand in the corner. അങ്ങനെ ഈ കുട്ടികൾ ക്ലാസ്സിലിരിക്കുന്ന സമയത്ത് ഒരു പിന്നപ്പ് അല്ലെങ്കിൽ ചെറിയൊരു പോസ്റ്റർ, ഒരു സിനിമാ നടിയുടെ ഒരു ചിത്രമാണ്, അതിങ്ങനെ പാസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആന്റോൺ ഈ ചിത്രത്തിൽ ഈ സിനിമ നടിക്ക് മീശയൊക്കെ വരച്ചിട്ടാണ് ഈ ചിത്രം പാസ് ചെയ്യുന്നത്. നമ്മളും ഒരുപക്ഷെ ഇതുപോലെ ഈ നോട്ട് ബുക്കിലോ മറ്റൊക്കെയുള്ള ചിത്രങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടായിരിക്കാം. അതുപോലുള്ളൊരു കാര്യമാണ് ഈ കുട്ടി ചെയ്യുന്നത്. ഈ കാര്യം കാണുന്ന ഇവൻ്റെ ക്ലാസ്സിലെ ടീച്ചർ ഇവൻ്റെ അടുത്ത് വളരെ രൂക്ഷമായിട്ട് വഴക്ക് പറയുകയും ഇവനെ ക്ലാസ്സിൻ്റെ ഒരു മൂലയിൽ പോയി നിൽക്കാൻ വേണ്ടിയിട്ടുള്ള പണിഷ്മെൻറ്റ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. Anton then writes a poem about freedom on the wall, which puts him into even more trouble. അങ്ങനെ ഇവനെ മൂലയിൽ കൊണ്ടുപോയി നിർത്തിയിട്ട് അവിടെ ക്ലാസ് തുടരുകയാണ്. അപ്പോൾ ഇവൻ മൂലയിൽ പോയി നിന്നിട്ട് ചെയ്യുന്നത് ആ ക്ലാസ്സിൻ്റെ ചുമരിൻ്റെ മുകളിൽ ഒരു കവിത എഴുതുകയാണ്. ഫ്രീഡത്തെ കുറിച്ചുള്ളൊരു കവിതയാണ് അവൻ അവിടെ എഴുതുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ, ഇങ്ങനെ സ്കൂളിൽ ക്ലാസ്സിൻ്റെ ചുമരിൻ്റെ മുകളിലൊക്കെ എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വീണ്ടും പ്രശ്നമാവും. അങ്ങനെ ഇവനെ വീണ്ടും ടീച്ചർ വഴക്ക് പറഞ്ഞിട്ട് ഇവൻ്റെ അടുത്ത് അത് മായ്ക്കാനൊക്കെയാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ സിനിമയുടെ തുടക്കത്തിൽ കാണുന്നത് ആന്റോൺ എന്ന പേരുള്ള ഒരു കുട്ടി. ആ കുട്ടി വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു സ്കൂളിനകത്താണ് ഉള്ളത്. അപ്പോൾ അവന് അതിലുള്ള ഈ പ്രശ്നങ്ങളൊക്കെയാണ് നമ്മൾ സിനിമയുടെ തുടക്കത്തിൽ കാണുന്നത്. പാർട്ട് 2 ഫാമിലി ലൈഫ്. അറ്റ് ഹോം ആന്റോൺസ് റിലേഷൻഷിപ്പ് വിത്ത് ഹിസ് പാരൻസ് ഈസ് സ്ട്രെയിൻഡ്. ഇനി വീട്ടിൽ ചെന്ന് കഴിഞ്ഞാലും അവൻ്റെ അന്തരീക്ഷം അത്ര സുഖകരമായിട്ടുള്ളതല്ല. അവൻ്റെ പാരൻസുമായിട്ട് അവനൊരു അടുപ്പമില്ലാത്തതായിട്ടാണ് നമ്മൾ കാണുന്നത്. ഹിസ് മദർ ഈസ് ഡിസ്റ്റൻറ്റ് ആൻഡ് ഹിസ് സ്റ്റെപ്പ് ഫാദർ ഈസ് ഓഫ്റ്റൻ ഹോസ്റ്റൈൽ ടുവേർഡ്സ് ഹിം. അവൻ്റെ അമ്മ അവനോട് വലിയ സ്നേഹമോ പരിഗണനയോ ഒന്നും കാണിക്കുന്നില്ല. അവൻ്റെ ഫാദർ ആണെങ്കിലും ചില സമയത്ത് അവനോടൊരു കൺസിഡറേഷൻ ഉണ്ട്, എന്നാൽ ചില സമയത്ത് അയാളും ഡിസ്റ്റൻ്റ് ആയിട്ട് തന്നെയാണ് പെരുമാറുന്നത്. Anton is late for school the next day and he decides to skip class with his friend Rene. അടുത്ത ദിവസം ഓൺടോൺ സ്കൂളിലേക്ക് പോകാൻ നേരം വൈകുന്നു. രാവിലെ എഴുന്നേൽക്കാൻ നേരം വൈകിട്ട് സംഭവിക്കുന്നതാണ്. അങ്ങനെ ഈ സ്കൂളിലേക്ക് പോകാൻ നേരം വൈകിയത് കാരണം കൊണ്ട് ഓൺടോൺ അവൻ്റെ ഫ്രണ്ടായിട്ടുള്ള റെനയെ കാണുന്നു. ഇവർ രണ്ടുപേരും കൂടിയിട്ട് അന്ന് സ്കൂളിലേക്ക് പോകേണ്ട, ക്ലാസ് കട്ട് ചെയ്യാൻ തീരുമാനിക്കുന്നു. They go to the movies and play games and at the end of the day he finds his mother with another man. അങ്ങനെ ഇവർ ക്ലാസ്സിൽ പോവാതെ സിനിമയ്ക്ക് പോകുന്നു, അങ്ങനെ കളിക്കാൻ പോകുന്നു. അങ്ങനെ അന്നത്തെ ദിവസം കഴിഞ്ഞു പോകുന്നു. ആ ദിവസത്തിന്റെ അവസാനം ഇവന്റെ അമ്മയെ ടൗണിൽ വെച്ചിട്ട് കാണുന്നുണ്ട്. ഇവന്റെ അമ്മ വേറൊരു പുരുഷന്റെ കൂടെ ഉള്ളതായിട്ടാണ് ഇവൻ കാണുന്നത്. പാർട്ട് 3 സ്കൂൾ ട്രബിൾസ്. Anton lies to his teacher that his mother has died to avoid punishment for skipping class. അപ്പോൾ കഴിഞ്ഞ ദിവസം അവൻ ക്ലാസ് പോയിട്ടില്ല, ലീവ് ലെറ്റർ ഒന്നും ഇല്ല അവൻ്റെ കയ്യിൽ. അപ്പോൾ പണിഷ്മെന്റിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അവൻ ടീച്ചറുടെ അടുത്ത് നുണ പറയുന്നു. അവൻ്റെ അമ്മ മരിച്ചുപോയി എന്നാണ് അവൻ പറയുന്നത്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരുപക്ഷെ നമ്മൾ ഇതുപോലെ പല നുണകളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരിക്കാം ക്ലാസ്സിൽ പോകാത്തതിന്. പക്ഷേ അമ്മ മരിച്ചു എന്നുള്ള രീതിയിലൊരു നുണ നമ്മൾ പറയാറില്ല. അപ്പോൾ കഴിഞ്ഞ ദിവസം അവസാനം ഇവൻ കണ്ടിട്ടുള്ള ഒരു കാഴ്ച ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം അവൻ്റെ അമ്മയെ മറ്റൊരാളുടെ കൂടെ കണ്ടു എന്നുള്ളൊരു സാഹചര്യം ഉണ്ട്. അപ്പോൾ ആ രീതിയിൽ അവൻ അമ്മയുമായിട്ടുള്ള ഡിസ്റ്റൻസ് കൂടി വന്നു എന്നുള്ളൊരു സിറ്റുവേഷനിലാണ് ഇവങ്ങനെ അമ്മ മരിച്ചു എന്നുള്ള രീതിയിൽ ഒരുപക്ഷെ സിംബോളിക് ആയിട്ട് കൂടി നമുക്ക് കാണാൻ കഴിയാവുന്ന രീതിയിലൊരു നുണ പറയുന്നത്. The lie works instantly but is exposed when his parents visit the school. അപ്പോൾ ടീച്ചർ സ്വാഭാവികമായിട്ടും അമ്മ മരിച്ചു എന്നുള്ള കാരണം കേൾക്കുമ്പോൾ അങ്ങനെ ഒരു നുണ പറയുന്ന ആരും പ്രതീക്ഷിക്കുന്നില്ലല്ലോ. അപ്പോൾ അവന് പിന്നെ പണിഷ്മെൻ്റ് ഒന്നും കൊടുക്കുന്നില്ല. പക്ഷെ അവൻ്റെ പാരൻസ് സ്കൂളിലേക്ക് വരുന്നു. അതോടുകൂടിയിട്ട് അവൻ പറഞ്ഞിട്ടുള്ള കള്ളം അവിടെ പൊളിയുന്നു. ഹിസ് ഡാഡ് സ്ലാപ്സ് ഹിം ഇൻ ഫ്രണ്ട് ഓഫ് ദ ക്ലാസ് ആൻഡ് ഹി ഡിസൈഡ്സ് നോട്ട് ടു റിട്ടേൺ ഹോം. അപ്പോൾ അവൻ ഇങ്ങനെ നുണ പറഞ്ഞ കാര്യമൊക്കെ അറിയുമ്പോൾ അവൻ്റെ അച്ഛൻ ഈ ക്ലാസ്സിലുള്ള കുട്ടികളുടെയൊക്കെ മുന്നിൽ വെച്ചിട്ട് അവനെ അടിക്കുന്നു. ആ ഒരു അനുഭവം കൂടി ആയ സമയത്ത് അവൻ ഇനി വീട്ടിലേക്ക് പോകുന്നില്ല എന്ന് അവൻ തീരുമാനിക്കുന്നു.
He sends a note to his parents to tell them that he run away and sleeps the night in a printing plant. അവൻ എന്നിട്ട് വീട്ടിലേക്ക് ഇങ്ങനെ ഒരു കത്ത് അയക്കുകയാണ്, ഞാൻ ഇവിടുന്ന് പോവുകയാണ്, ഞാൻ വീട്ടിലേക്ക് വരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട്. അവൻ എന്നിട്ട് അന്ന് രാത്രി വീട്ടിൽ പോവാതെ ഒരു പ്രിന്റിംഗ് ഓഫീസിനകത്ത്, ഒരു ഫാക്ടറിക്കകത്ത് പോയിട്ട് അവൻ അവിടെ ഉറങ്ങുകയാണ്. Part 4. Valiant effort. His mother picks him up from the school the next day and shows him love and affection. അടുത്ത ദിവസം അവൻ സ്കൂളിലേക്ക് പോകുന്നുണ്ട്. അവൻ അന്ന് വീട്ടിലേക്ക് പോയിട്ടില്ല. അപ്പോൾ അവൻ്റെ അമ്മ അവനെ സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു. അങ്ങനെ വീട്ടിലേക്ക് കൊണ്ടുപോയതിനു ശേഷം അവൻ്റെ അമ്മ അവനോട് സ്നേഹത്തോട് കൂടിയിട്ടും അഫെക്ഷനോട് കൂടിയിട്ടൊക്കെയാണ് പെരുമാറുന്നത്. കാരണം അവൻ വീട്ടിൽ നിന്ന് ഓടിപ്പോയി എന്നുള്ളൊരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ കുട്ടിയോട് ഇങ്ങനെ കുറച്ച് സ്നേഹമൊക്കെ കാണിക്കണം എന്നുള്ള രീതിയിൽ അവൻ്റെ അമ്മ അവനോട് അങ്ങനെ പെരുമാറുന്നു. He is promised 1,000 francs by his mother if he finishes in the top 5 in the next essay. എന്നിട്ട് അവൻ്റെ അമ്മ അവനോട് ഇതുപോലെ സ്നേഹത്തോടെ പെരുമാറിയിട്ടൊക്കെ കൊണ്ട് പറഞ്ഞ് നന്നായിട്ട് പഠിക്കണം, അങ്ങനെ അടുത്ത എസ് എ കോമ്പറ്റീഷനകത്ത് നിനക്ക് ടോപ്പ് 5 റാങ്കിനുള്ളിൽ വരികയാണെങ്കിൽ നിനക്ക് 1000 ഫ്രാങ്ക് നിനക്ക് ഗിഫ്റ്റായിട്ട് തരാമെന്നൊക്കെ അവൻ്റെ അമ്മ പറയുന്നു. ഓണ്ടോൺ ഈസ് ഇൻസ്പയർഡ് ആൻഡ് ഒബ്സസ്ഡ് ബൈ ബൽസാക്ക് ഫോർ ഹിസ് എസ് എ. അപ്പോൾ അവനും ആ ഒരു കാര്യം താല്പര്യമായി. എന്നിട്ട് അവൻ എസ് എക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുകയാണ്. ബൽസാക്ക് എന്ന പേരുള്ള ഫ്രഞ്ച് സാഹിത്യകാരനെയാണ് അവൻ തിരഞ്ഞെടുക്കുന്നത്. എന്നിട്ട് അദ്ദേഹത്തിന്റെ പുസ്തകങ്ങളൊക്കെയാണ് അവൻ വായിക്കും മറ്റും ചെയ്യുന്നത്. ഒരു ഒബ്സഷനായിട്ട് അത് മാറുന്നു. ഈ ബൽസാക്കിന്റെ ഫോട്ടോയ്ക്ക് മുന്നിൽ മെഴുകുതിരി കത്തിച്ചു വെക്കുക എന്നുള്ള രീതിയിലേക്ക് വരെ അത്രയും ഒരു ഒബ്സഷനായിട്ടൊക്കെ അത് മാറുന്നുണ്ട്. എന്തായാലും അവൻ അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യുകയാണ്. ബട്ട് ടു ഹിസ് ഷോക്ക് ഹി റിസീവ്സ് ആൻ എഫ് ഗ്രേഡ് ഫോർ ദി എസ്സേ ആസ് ഹി ഹാസ് പ്ലാഗിയറൈസ്ഡ് ബൽസാക്ക്. പക്ഷേ അവന്റെ പ്രതീക്ഷകൾക്ക് വിരുദ്ധമായിട്ട് അവന് എഫ് ഗ്രേഡാണ് ലഭിക്കുന്നത്. അത് തോറ്റുവിന് മാത്രമല്ല, ഡി കഴിഞ്ഞ് ഇ കഴിഞ്ഞ് എഫ് ഗ്രേഡാണ് അവൻ ലഭിക്കുന്നത്. അതിൻ്റെ കാരണം അവൻ പ്ലാഗിയറൈസ് ചെയ്തിരിക്കുകയാണ്. അതായത് ഇവൻ ബൽസാക്കിനെ കുറിച്ചിട്ട് അവ എഴുതുകയല്ല ചെയ്തിട്ടുള്ളത്, ബൽസാക്കിന്റെ കൃതിയിലെ കാര്യങ്ങൾ അതുപോലെ തന്നെ അവ എഴുതി വെക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അത് കോപ്പിയടിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവന് എഫ് ഗ്രേഡാണ് ലഭിക്കുന്നത്. ഹി ഈസ് സസ്പെൻഡഡ് ഫ്രം ദ ക്ലാസ് ഫോർ ദ റെസ്റ്റ് ഓഫ് ദ ടേം ആൻഡ് ഡിസൈഡ്സ് നോട്ട് ടു ഗോ ഹോം അഗെയിൻ. അപ്പോൾ ഈ ഒരു സംഭവത്തോട് കൂടിയിട്ട് അവനെ സ്കൂളിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുന്നു. ഇനി ഇവൻ ക്ലാസ്സിലേക്ക് വരണ്ട, എക്സാം എഴുതാൻ മാത്രം പോയാൽ മതി എന്നുള്ള രീതിയിലാണ് ഈ സിറ്റുവേഷൻ വരുന്നത്. അപ്പോൾ ഇവൻ്റെ അമ്മ അവനോട് ഇങ്ങനെ പഠിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവൻ എഫ് ഗ്രേഡായാണ് കിട്ടിയിട്ടുള്ളത്. ഇതൊക്കെ കൂടി ആലോചിച്ചിട്ട് അവൻ തീരുമാനിക്കുന്നു ഇനി വീട്ടിലേക്ക് പോകേണ്ടതില്ല. പാർട്ട് 5. ജുവനൈൽ ഡിറ്റൻഷൻ. He stays with his friend Rene and they steal money from Rene's mother to go to movies, drink and buy cigars. അങ്ങനെ ഇവൻ വീട്ടിലേക്ക് പോവാതെ ഇവൻ്റെ ഫ്രണ്ടായിട്ടുള്ള റെനയുടെ അടുത്തേക്കാണ് പോകുന്നത്. അവിടെ പോയിട്ട് റെനയുടെ അമ്മ സൂക്ഷിച്ചു വെച്ചിരുന്നുള്ള പൈസയിൽ നിന്ന് കുറച്ച് പൈസ ഇവർ മോഷ്ടിക്കുന്നു. എന്നിട്ട് അതുമായിട്ട് ഒരു സിനിമയ്ക്ക് പോകുന്നു. അതുപോലെ തന്നെ ബിയറൊക്കെ വാങ്ങി കൊണ്ടുവന്നിട്ട് വീട്ടിൽ വെച്ച് കഴിക്കുന്നു. അതുപോലെ തന്നെ സിഗരറ്റൊക്കെ ഇവർ വാങ്ങുന്നുണ്ട്. ഈ രീതിയിലാണ് ഇവർ ചെയ്യുന്നത്. They decide to steal more and Antoine steals a typewriter from his father's office. അങ്ങനെ ഈ ഒരു പണം മോഷ്ടിച്ചിട്ട് ഇങ്ങനെ സുഖിച്ച് ജീവിക്കുന്നതിൻ്റെ ഒരു രസം മനസ്സിലായപ്പോൾ അവർ വീണ്ടും കുറച്ചുകൂടി പൈസ മോഷ്ടിക്കാൻ വേണ്ടി തീരുമാനിക്കുന്നു. അങ്ങനെ ഇവൻ്റെ ഫാദറിൻ്റെ ഓഫീസിലുള്ള ടൈപ്പ് റൈറ്റർ ഇവൻ പോയിട്ട് മോഷ്ടിക്കുന്നു. However, they couldn't sell it and Antoine is caught trying to put it back. പക്ഷെ ആ ടൈപ്പ് റൈറ്റർ അവർക്ക് വിൽക്കാൻ വേണ്ടി സാധിക്കുന്നില്ല. അങ്ങനെ ആ ശ്രമം പരാജയപ്പെട്ടിട്ട് ആ ടൈപ്പ് റൈറ്റർ എടുത്തെടുത്ത് തന്നെ തിരിച്ചു കൊണ്ടുവയ്ക്കാൻ വേണ്ടി അവൻ പോകുന്നു. പക്ഷെ അത് കൊണ്ടുവയ്ക്കാൻ പോകുന്ന സമയത്ത് അവിടെയുള്ള ആളുകൾ കണ്ടിട്ട് അവൻ മോഷ്ടിക്കാൻ ശ്രമിക്കുകയാണെന്ന് പറഞ്ഞിട്ട് അവനെ പിടിക്കുന്നു. ഹീ സെൻഡ് ടു ദ പോലീസ് ഫോർ ജുവനൈൽ ഡിറ്റൻഷൻ. അപ്പോൾ സ്വന്തം ഫാദറിൻ്റെ ഒരു ഓഫീസാണ് എന്നുള്ള ഒരു സാഹചര്യം ഉണ്ടായിട്ട് പോലും അവനെ പോലീസിൽ അയക്കാൻ വേണ്ടിയിട്ടാണ് തീരുമാനിക്കുന്നത്. കാരണം അത്രയും ഡിസ്റ്റൻ്റ് ആയിട്ട് വരികയാണ് അവൻ ഈ ആളുകളുമായിട്ടുള്ള റിലേഷൻ. Antoine tells a psychologist that he knows his father is not his real father and his mother wanted to abort him. അങ്ങനെ ഈ ജൂനിയർ ഡിറ്റൻഷൻ സെൻ്ററിൽ ചെന്നിട്ട് അവൻ അവിടെ ഒരു സൈക്കോളജിസ്റ്റുമായിട്ട് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ സൈക്കോളജിസ്റ്റുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് അവൻ പറയുന്നുണ്ട് അവൻ്റെ ഫാദർ അവൻ്റെ റിയൽ ഫാദർ അല്ല എന്നുള്ള കാര്യം അവനറിയാം. അതുപോലെ തന്നെ അവൻ്റെ മദർ അവനെ അബോർട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ളതാണ്. അവൻ്റെ ഗ്രാൻഡ് മദർ നിർബന്ധിച്ചിട്ടാണ് അവൻ ജനിച്ചത് തന്നെ. ആ രീതിയിൽ തന്നെ ആർക്കും വേണ്ടാത്തൊരു കുട്ടിയാണ് താൻ എന്നുള്ളൊരു ഫീലിംഗ് ഒക്കെയാണ് അവൻ്റെ ഉള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മളവിടെ മനസ്സിലാക്കുന്നു. പാർട്ട് 6. The beach. When his mother meets him the next day, she says she is giving up custody of him. അടുത്ത ദിവസം അവൻ്റെ അമ്മ അവനെ കാണാൻ വേണ്ടി വരുന്നുണ്ട്.
അവൻ്റെ അമ്മ അവനെ കണ്ടതിന് ശേഷം പറയുന്നത് ഇനി ഈ കുട്ടി വീട്ടിലേക്ക് വരണമെന്നില്ല, ഈ മകനുമായിട്ടുള്ള ബന്ധങ്ങളൊക്കെ അവർ ഉപേക്ഷിക്കുകയാണ്, അവനെ എന്താണെന്ന് ചെയ്യാം, എങ്ങോട്ടാണെങ്കിൽ പോവാം എന്നുള്ള രീതിയിലൊക്കെയാണ്. With no one to care for him, Antoine breaks out from the juvenile center and runs. അപ്പോൾ അവന് പിന്നെ ലോകത്ത് ആരുമില്ല, അവനെ നോക്കാനും ശ്രദ്ധിക്കാനും ആരുമില്ല എന്നുള്ളൊരു അവസ്ഥ ഉണ്ടാകുന്ന സമയത്ത് അവൻ ആ ജുവനൈൽ സെന്ററിൽ നിന്ന് രക്ഷപ്പെട്ടിട്ട് അവിടുന്ന് ഓടിപ്പോവുകയാണ്. In the final shot of the movie, Antoine is on the beach, capturing the sense of freedom and uncertainty. ഇനി ഈ സിനിമയിലെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു സീനാണ് ഇതിലെ ലാസ്റ്റ് ഷോട്ട് എന്ന് പറയുന്നത്. അവിടെ നമ്മൾ ഈ ആന്റോനെ ഒരു ബീച്ചിലാണ് നമ്മൾ കാണുന്നത്. ഈ കടൽ നോക്കിക്കൊണ്ട് നിൽക്കുന്നവനെയാണ് നമ്മളവിടെ കാണുന്നത്. അതൊരു സിമ്പിളാണ് എന്നുകൂടി നമുക്ക് വേണമെങ്കിൽ പറയാം. അവൻ്റെ ഒരു ഫ്രീഡത്തിൻ്റെയും അതുപോലെ തന്നെ അൺസർട്ടനിറ്റിയുടെയും ഇനി ജീവിതത്തിൽ എന്താണ് എന്നുള്ളതിനെ കുറിച്ചിട്ട് ഒരു ധാരണയുമില്ലാതെയാണ് അവൻ നിൽക്കുന്നത്. എന്നാൽ അവന് പുതിയതായിട്ട് യാതൊരുവിധ കെട്ടുപാടില്ലാത്തൊരു സ്വാതന്ത്ര്യം അവന് ലഭിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു സിമ്പിളായിട്ടാണ് നമ്മളവിടെ ആ കടൽ വരുന്നത്. അങ്ങനെ ഒരു ബീച്ചിൽ അവൻ നിൽക്കുന്നതായിട്ടാണ് ഈ സിനിമ അവസാനിക്കുന്നത്. ഇനി ഇതിലെ നോട്ട്സ് ആണ്. ഇതിലെ ഇമ്പോർട്ടൻ്റ് തീംസിൻ്റെ പോയിന്റ്സ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. നമുക്ക് പാരഗ്രാഫ് എസ്സേ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യുന്നതിന് ഇത് ഉപയോഗിക്കാൻ കഴിയും. ആദ്യം വരുന്നത് ദ സ്റ്റിഫ്ലിംഗ് ഗ്രിപ്പ് ഓഫ് അതോറിറ്റി. സ്കൂൾ. മിസ്റ്റർ റേമോൺസ് റിജിഡ് ഡിസിപ്ലിൻ ആൻഡ് ലാക്ക് ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ക്രിയേറ്റ് എ ഹോസ്റ്റൈൽ എൻവയോൺമെൻറ്റ് ഫോർ ആന്റോൺ. സ്കൂളിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഒരു ടീച്ചർ വളരെ സ്ട്രിക്റ്റ് ആണ്. അവനെ മനസ്സിലാക്കാനുള്ള ശ്രമമൊന്നും ടീച്ചറുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നില്ല. അപ്പോൾ അത് അവൻ്റെ ഒരു അന്തരീക്ഷത്തെ മോശമാക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഹോം. ദ സ്ട്രെയിൻഡ് റിലേഷൻഷിപ്പ് വിത്ത് ഹിസ് പാരൻസ്, പർട്ടിക്കുലർലി ദ ലാക്ക് ഓഫ് അഫെക്ഷൻ ആൻഡ് ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ ലീവ്സ് ഓൺ ഫീലിംഗ് അൺസപ്പോർട്ടഡ്. ഇനി വീട്ടിലാണെങ്കിലും അവൻ അത്തരം ഒരു അന്തരീക്ഷം തന്നെയാണുള്ളത്. അവനെ മനസ്സിലാക്കാനോ അവനെ കെയർ ചെയ്യാനോ ഉള്ളൊരു സിറ്റുവേഷൻ അല്ല ഉള്ളത്. ഒരു അതോറിറ്റേറ്റീവ് ഫിഗർ എന്നുള്ള രീതിയിലാണ് അവന് സ്കൂളും വീടും എല്ലാം ഫീൽ ചെയ്യുന്നത്. Rebellion as a cry for help. Antoine's lying, skipping school, and stealing are not acts of inherent malice, but a desperate outburst against the stifling environment he finds himself in. നമുക്ക് കാണാൻ കഴിയുന്നത് ഇവൻ നുണ പറയുന്നുണ്ട്, ഇവൻ ക്ലാസ് കട്ട് ചെയ്യുന്നുണ്ട്, ഇവൻ പണം മോഷ്ടിക്കുന്നുണ്ട്. ഈ കാര്യങ്ങളെല്ലാം തന്നെ വാസ്തവത്തിൽ ഇവനൊരു മോശം കുട്ടി ആയതുകൊണ്ടല്ല, മറിച്ച് ഇവന്റെ സിറ്റുവേഷൻസ്, ഇവന് സ്നേഹവും പരിഗണനയും ലഭിക്കാത്തത്, ഇവന് എപ്പോഴും ആളുകൾ ഇവരോട് ഹാർഷായിട്ട് മാത്രം പെരുമാറുന്നത് തുടങ്ങിയ സിറ്റുവേഷൻ ആണ് ഇവന്റെ ഇത്തരത്തിലുള്ള ഒരു ബിഹേവിയറിലേക്ക് നയിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ദ yearning for freedom. Antoine's constant desire to escape, whether from school, home, or the observation center, reflects his longing for a life where he feels understood and has more control. മറ്റൊന്ന്, ഇവന് ഫ്രീഡത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ഡിസയർ ഉണ്ട്. അവന് സ്കൂളിലാണെങ്കിലും വീട്ടിലാണെങ്കിലും അത് ലഭിക്കുന്നില്ല എന്നുള്ളതാണ് അവന് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് അവൻ അവിടെ നിന്നൊക്കെ ഓടിപ്പോകാൻ വേണ്ടി ശ്രമിക്കുന്നത്. ദി ഓഷ്യൻ അറ്റ് ദി എൻഡ് സിംബലൈസസ് ദിസ് yearning ഫോർ ഫ്രീഡം. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ സിനിമയുടെ ലാസ്റ്റ് ഷോട്ടിൽ വരുന്ന ആ കടലിൻ്റെ സീന് അവൻ്റെ ഈ ഫ്രീഡത്തിനോടുള്ളൊരു ഡിസയർ കൂടിയാണ് സിംബലൈസ് ചെയ്യുന്നത്. ലോൺലിനെസ് ആൻഡ് ഇൻകമ്മ്യൂണിക്കാഡോ. The film portrays Antoine's isolation at school with his parents and even with friend Rene at times. ഇനി ഈ സിനിമയ്ക്കകത്ത് നമ്മൾ കാണുന്നത് ഇവൻ്റെ ഒരു ഏകാന്തത അല്ലെങ്കിൽ ഒറ്റപ്പെടലാണ്. അവൻ സ്കൂളിലാണെങ്കിലും വീട്ടിലാണെങ്കിലും ചില സമയത്ത് അവൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെ ആണെങ്കിൽ പോലും അവൻ ആ ഒരു ഏകാന്തത ഉള്ളത് നമ്മൾ കാണുന്നുണ്ട്. ഹിസ് ഫ്രാഗ്മെന്റഡ് മോണോലോഗ്സ് റിവീൽ എ സെൻസ് ഓഫ് ബീങ് അൺഹേർഡ് ആൻഡ് മിസ്അണ്ടർസ്റ്റുഡ്. പലപ്പോഴും ഇവനോട് തന്നെ സംസാരിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അവനെ കേൾക്കാൻ ആരുമില്ല, അല്ലെങ്കിൽ അവനാരും മനസ്സിലാക്കാൻ ആരുമില്ല എന്നുള്ളതാണ് നമ്മളവിടെ കാണുന്നത്. ദി ഇമ്പോർട്ടൻസ് ഓഫ് എംപതി. ദ ഫിലിം സബ്ട്ലി ക്രിട്ടിക്സ് ദ ലാക്ക് ഓഫ് എംപതി ഷോൺ ടുവേർഡ്സ് ആന്റോൺ ബൈ ദി അഡൾട്ട്സ് ഇൻ ഹിസ് ലൈഫ്. ഇനി മുതിർന്ന ആളുകളോ ഇവനോട് ഒരു സഹാനുഭൂതി കാണിക്കുന്നില്ല എന്നുള്ളത് നമ്മൾ ഈ സിനിമയ്ക്കകത്ത് കാണുന്നുണ്ട്. എ മോർ അണ്ടർസ്റ്റാൻഡിങ് ടീച്ചർ ഓർ എ മോർ അറ്റൻറ്റീവ് പാരന്റ് കുഡ് ഹാവ് പൊട്ടൻഷ്യലി ചേഞ്ച്ഡ് ഹിസ് ട്രജക്ടറി. അവന് സ്കൂളിലാണെങ്കിലും അവൻ്റെ ടീച്ചർ വളരെ ഹാർഷാണ്, വീട്ടിലാണെങ്കിലും അവൻ്റെ പാരൻസ് അവനോട് അങ്ങനെ ഒരു കമ്പാഷൻ ഒന്നും കാണിക്കുന്നില്ല. അപ്പോൾ അവനോട് അത്തരത്തിലൊക്കെ കുറച്ചുകൂടി കൺസിഡർ ചെയ്ത് പെരുമാറുകയായിരുന്നെങ്കിൽ ഇവന് കുറച്ചുകൂടി മെച്ചപ്പെട്ടിട്ടുള്ളൊരു ജീവിതവും ഒരു മാർഗവും ഒക്കെ ഉണ്ടാകുമായിരുന്നു എന്നാണ് നമുക്ക് കരുതാൻ കഴിയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ചാപ്റ്ററിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും സംശയങ്ങളോ സജഷൻസോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കൂടാതെ ഈ ചാനൽ നിങ്ങളൊരു സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.